പുരസ്കാരത്തിനായി മാറ്റുരച്ച 160 സിനിമകളിൽ നിന്ന് കലാപരമായ സൗന്ദര്യവും പ്രമേയപരമായ കരുത്തും പ്രകടമാക്കിയ ചിത്രങ്ങളുടെ അണിയറ ശില്പികൾ ഇന്ന് ഈ വേദിയിൽ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുന്നു. വിവിധ വിഭാഗങ്ങളിലായി 52 അവാർഡുകളാണ് ഇന്ന് സമ്മാനിക്കുന്നത്. ഒപ്പം കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ഇന്ന് ഈ വേദിയിൽ സമർപ്പിക്കപ്പെടുന്നു. ഒരു അക്കാദമി ആരംഭിക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി കേരളം നേടിയെടുക്കുന്ന 98 മുതൽ സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഈ അവാർഡുകൾ നൽകി വരുന്നത്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സംവിധായകൻ ശ്രീ ഷാജി എൻ കരുണിനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി എൻ കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനാർഹമായ ഒരു നിമിഷം തന്നെയാണ്. ഇനി സമർപ്പിക്കുന്നത് പൂക്കാലം എന്ന ചിത്രത്തിലെ അവിസ്മരണീയ പ്രകടനത്തിന് വിജയരാഘവൻ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിജയരാഘവൻ ചിത്രം പൂക്കാലം പ്രായാധിക്യമുള്ള കഥാപാത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയ മികവിന് എന്താ കാര്യം? എന്താ പ്രത്യേക ജൂറി പരാമർശം. അഭിനയം KR ഗോകുൽ. ചിത്രം ആടുജീവിതം. മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന് സംയോജകൻ പുരസ്കാരം നേടിയിരിക്കുന്നത് സംഗീത് പ്രതാപ്. ചിത്രം ലിറ്റിൽ മിസ് റൗട്ടർ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ സംഗീത് പ്രതാപിനെ ക്ഷണിക്കുന്നു. എഡിറ്റിങ്ങിനെ ആഖ്യാനത്തിനുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിന് സംവിധായകൻ പശ്ചാത്തല സംഗീതം ജേതാവ് മാത്യൂസ് തോമസ് പുളിക്കൻ. ചിത്രം കാതൽ ദ കോഡ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ മാത്യൂസ് തോമസ് പുളിക്കനെ ക്ഷണിക്കുന്നു. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം മാത്യൂസ് തോമസ് പുളിക്കൻ. ചിത്രം കാതൽ ദി കോഡ് സന്ദിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കഥാപാത്രം രോഹിത് MG കൃഷ്ണൻ. ചിത്രം ഇരട്ട 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ രോഹിത് MG കൃഷ്ണനെ സസ്നേഹം ക്ഷണിക്കുന്നു. ഇരട്ട ബാല്യത്തിന് ശേഷം 2 വഴികളായി വേർപിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോടെ അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച തിരക്കഥ അഡാപ്റ്റേഷനുള്ള പുരസ്കാരമാണ് ഇനി നേടിയിരിക്കുന്നത് ബ്ലെസ്സി I തോമസ്. ചിത്രം ആടുജീവിതം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങാൻ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന് മികച്ച ഛായാഗ്രാഹകൻ സുനിൽ KS. ചിത്രം ആടുജീവിതം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ സുനിൽ KSനെ ക്ഷണിക്കുന്നു. ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളിലൂടെയും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണ മികവിന് വിദ്യാധരൻ. ചിത്രം ജനനം 1947 പ്രണയം തുടരുന്നു 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ PS വിദ്യാധരനെ സാദരം ക്ഷണിക്കുന്നു. പിന്നണി ഗായകൻ ആൺ വിദ്യാധരൻ. ഗാനം പതിരാണം നോർത്തൊരു കനവിൽ. ചിത്രം ജനനം 1947 പ്രണയം തുടരുന്നു. പ്രമേയത്തിന്റെ എല്ലാ വൈകാരിക ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് ആവാഹിച്ച ആലാപന മികവിന് മികച്ച പിന്നണി ഗായിക ആൻ ആമി. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ മിസ് ആൻ ആമിയെ ക്ഷണിക്കുന്നു.
ഇമ്പമേറിയ ആലാപന ശൈലിയിലൂടെ സിനിമയുടെ കഥാസന്ദർഭത്തെ സംഗീതാത്മകമായ ശ്രാവ്യ അനുഭവമാക്കിയ മികവിന് ഇനി ആടുജീവിതം എന്ന ചിത്രത്തിന് നേടിയിരിക്കുന്നത് ഡോക്ടർ റസൽ പൂക്കുട്ടി, ശരത് മോഹൻ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ഡോക്ടർ റസൽ പൂക്കുട്ടിയെയും ശ്രീ ശരത് മോഹനെയും സാദരം ക്ഷണിക്കുന്നു. ആടുജീവിതം മരുഭൂമിയിലെ വിവിധ സ്ഥലകാലങ്ങളിൽ നിന്നുള്ള ശബ്ദശകലങ്ങൾ, സംഭാഷണം, സംഗീതം എന്നിവയുടെ കൃത്യമായ അളവിലും അനുപാതത്തിലുള്ള മിശ്രണം നിർവഹിച്ചതിന് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് തെന്നൽ അഭിലാഷ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ തെന്നലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചിത്രം ശേഷം മൈക്കിൾ ഫാത്തിമ കുഞ്ഞു മനസ്സിൽ ഒരു ജീവിത ലക്ഷ്യം എങ്ങനെ രൂപം കൊള്ളുന്നുവെന്ന് ഫാത്തിമ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തിലൂടെ അസാമാന്യമായി അവതരിപ്പിച്ച പ്രകടന മികവിന് ശ്രീഷ്മ ചന്ദ്രൻ. ചിത്രം പൊമ്പളൈ ഒരുമി. ഒരു നാടൻ വീട്ടമ്മയുടെ സംഘർഷങ്ങൾ സ്വാഭാവികവും നിയന്ത്രിതവുമായി അവതരിപ്പിച്ച പ്രകടന മികവിന് അതേന്ന് ചേട്ടൻ പണിക്കുള്ള മുണ്ട് ഷർട്ടും മടക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പാൻറ് ഷർട്ടും കൂടി തേച്ച് വെച്ചത്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. പുരസ്കാരം നേടിയിരിക്കുന്നത് ഇരട്ട. നിർമ്മാതാക്കളായ ജോജു ജോർജിനെയും മാർട്ടിൻ പ്രകാട്ടിനെയും സിജോ വടക്കരെയും. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ. നിർമ്മാതാക്കൾ ജോജു ജോർജ്, മാർട്ടിൻ പ്രക്കാട്ട്, സിജോ വടക്കൻ. ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചത് സംവിധായകനുള്ള പുരസ്കാര സമർപ്പണമാണ് ഇനി. ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ബ്ലസ്സി ഐ തോമസ് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ബ്ലസ്സിയെ സാദരം ക്ഷണിക്കുന്നു. പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന് 20,000 രൂപ കൊടുത്തു. ഇയാൾക്കാ കരുവറ്റ അസുഖമാണ്. സംസ്ഥാന അവാർഡിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. ഈ അവാർഡ് 2 പേർ പങ്കിട്ടിരിക്കുന്നു. ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഉർവശി സാദരം ക്ഷണിക്കുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഒരു ജേതാവ് കൂടിയുണ്ട്. തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രൻ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ബീനയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച നടി ബീന ആർ ചന്ദ്രൻ. ചിത്രം തടവ്. ദാരിദ്ര്യത്തിലൂടെയും രോഗപീഠയിലൂടെയും കടന്നു പോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചത് സംസ്ഥാന പുരസ്കാരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആടുജീവിതത്തിന് പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ വിട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ വിതരണവും JC ഡാനിയൽ പുരസ്കാര സമർപ്പണവുമാണ് ഇവിടെ നടന്നത്. സിനിമയുടെ 35 വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ
കലാകാരന്മാരാണ് ആദരിക്കപ്പെടുന്നത്. ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. നമസ്കാരം. വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം. മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത്. ഒരു കൗതുകം എന്നാൽ JC ഡാനിയൽ, ശ്രീ JC ഡാനിയലിൻ്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ JC ഡാനിയലായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായിട്ട് പ്രധാനമായിട്ട് തോന്നി. ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത്. ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം. 6ാം തവണ എന്ന് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത് കേട്ടോ. ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയാൽ സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിൽ 5 or 6 സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു. വർത്തമാനകാലം എന്നൊരു സിനിമയിൽ മഴവിൽക്കാവടി. അപ്പോൾ ഒരു 3-ാം കച്ചവട സിനിമയിൽ സാധാരണ അന്നത്തെ വളരെ ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം ബേസ് ചെയ്യുന്നത് നോക്കാം. പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ വേദിയിലിരിക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം അഭിനയിച്ചു. ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ്. ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത. ഒപ്പം എൻ്റെ രീതി പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ 54ാമത്തെ ഏറെ തിളക്കമുള്ള പുരസ്കാരം